വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് കാപ്പിത്തോട്ടം കാണിക്കാനാണ്. ആ കാണിക്കുന്ന മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ കാപ്പിനെ കൊണ്ട് എത്ര കോഫികൾ ഉണ്ടാക്കലുണ്ട്. നെക്സ്റ്റ് കോഫി, ബ്ലൂ കോഫി, ഒരുപാട് കോഫി ഉണ്ടാക്കലുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചേ ഏരിയാന്നുള്ളതിന് എങ്ങനെയാ ഉണ്ടാകുന്നത് കാണിച്ചേ. നമ്മുടെ കൂടെ വാ. ഇതാണ് ആ മരം. ഒരു വീട് എത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ സ്ഥലം. ഈ മരത്തിലാണ് കോഫിത്തോട്ടം ഉണ്ടാവുന്നത്. ഇതിലാണ് നമ്മൾ കാപ്പി എപ്പോഴും പറിക്കാനുള്ള, കാപ്പി വെക്കുകയും ചെയ്യാനുള്ള. വീട്ടിൽ പോയി ഇതെല്ലാവരും ഫ്രണ്ട്സ്, ഞാൻ മോളിൽ കയറിയിട്ടുണ്ട്. എനിക്ക് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ മോളിൽ കയറിയത്. നല്ല കാപ്പിത്തോട്ടാണ്. എല്ലാ കാപ്പികളും പറിക്കുന്ന കാപ്പിത്തോട്ടാണ്. ഞാൻ കാപ്പി എങ്ങനെ പറിക്കുന്നതെന്നും കാപ്പി എങ്ങനെ ഉണക്കുന്നതെന്നും ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. വാ. താഴെ ഷീറ്റ് വെച്ചിട്ട് ഇതുപോലെ താഴെ പറിച്ചെടുക്കുക. എന്നിട്ട് ഉണക്കാൻ വെക്കുക. ഇതിനേക്കാൾ കറുത്തിട്ട് വരുമ്പോഴാണ് നമ്മൾ മില്ലിൽ കൊണ്ടുപോവാ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുരു പോലത്തെ സാധനം കിട്ടും. ഇതാണ് ആ കുരു പോലത്തെ സാധനം. പണ്ടെല്ലാം വീട്ടിൽ അമ്മൂമ്മമാരൊക്കെ ആക്കി വീട്ടിൽ നിന്ന് തന്നെ. ഇപ്പം മില്ലിൽ കൊണ്ടുപോയിട്ടാണ് ആക്കുന്നത്. പൊടിച്ചിട്ടാണ് നമുക്ക് കാപ്പി ഉണ്ടാക്കുന്നത്. ഓക്കെ, നമ്മളത് പൊടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സാധനമായിട്ടുണ്ട്. ഇത് കൊക്കോ ഇട്ട് പൊടിച്ചതാണ്. കൊക്കോ ഇട്ട് പൊടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നെസ്കഫേയെല്ലാം ടേസ്റ്റ് ഉണ്ടാവും. ഇട്ടിട്ടൊക്കെ നമുക്ക് പൊടിക്കാം. പലതരം ടേസ്റ്റിൽ കോഫി പൗഡർ ഉണ്ട്. പൊടിക്കാനായിട്ടുള്ള മില്ലിൽ തന്നെയാണ്. എൻ്റെ ഈ കോഫി പൗഡർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനിയും ഞാൻ വീഡിയോ ആയിട്ട് വരും. കാണാൻ മറക്കല്ലേ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.